ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു നാടൻ മുരിങ്ങയില കറിയുടെ റെസിപ്പിയുമായിട്ടാണ്. വളരെ എളുപ്പത്തിൽ നമുക്കിത് തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഒരുപാട് വൈറ്റമിൻസൊക്കെ അടങ്ങിയിട്ടുള്ള ഈ മുരിങ്ങയില കൊണ്ട് കറി വെച്ച് കഴിഞ്ഞ് കുട്ടികൾക്കൊക്കെ ചൂട് ചോറിനൊപ്പം കൊടുക്കുകയാണെങ്കിൽ അവർക്ക് വളരെയേറെ ഇഷ്ടപ്പെടും. മുരിങ്ങയില ഇതേപോലെ തണ്ടിൽ നിന്നും അടർത്തിയെടുത്തിട്ടുണ്ട്. 1 കപ്പ് അളവിൽ മുരിങ്ങയില എടുത്തിട്ടുണ്ട്. മുരിങ്ങയില കൂടുതലായിട്ട് കറിക്ക് എടുക്കരുത്, ആവശ്യത്തിന് എടുത്താൽ മാത്രം മതിയാകും. ആദ്യം തന്നെ നമുക്ക് തേങ്ങ അരച്ചെടുക്കണം. അതിനുവേണ്ടി 3/4 കപ്പ് അളവിൽ ചിരകിയ തേങ്ങ എടുത്തിട്ടുണ്ട്. മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുത്തു. ചെറിയ ഉള്ളി 5 എണ്ണം എടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ അളവിൽ ജീരകം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. അതിനുശേഷം അരയ്ക്കാൻ ആവശ്യമായിട്ടുള്ള 1/4 കപ്പിൻ്റെ പകുതി അളവിൽ വെള്ളം ഒഴിച്ച് കൊടുത്ത് നമുക്കിത് അരച്ചെടുത്തിട്ട് വരാം. ഇനി ഒരു മൺചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം നമുക്കിതിലേക്ക് 3/4 ടീസ്പൂൺ അളവിൽ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുക് നന്നായിട്ട് പൊട്ടി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് ചെറിയ ഉള്ളി 6 എണ്ണം ചെറുതായിട്ട് അരിഞ്ഞെടുത്തത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വറ്റൽമുളക് 2 എണ്ണം രണ്ടായിട്ട് പൊട്ടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടിത് മൂത്ത് വരുന്നത് വരെ നമുക്കിത് ഇളക്കി കൊടുക്കാം. ഇനി വെളുത്തുള്ളി അല്ലി 3 എണ്ണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വഴറ്റി കൊടുക്കാം. 1 മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് മുരിങ്ങയില ചേർത്ത് കൊടുക്കണം. മുരിങ്ങയില നന്നായിട്ട് കഴുകിയതിന് ശേഷം വെള്ളം തോരാൻ വേണ്ടി വെച്ചിരുന്നു. വെള്ളം തോർന്നതിന് ശേഷം നമുക്ക് ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്കിത് വഴറ്റി കൊടുക്കാം. മുരിങ്ങയിലേക്ക് അധികം വേവൊന്നുമില്ല, പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുന്നതാണ്. നമ്മളിതിൽ മുരിങ്ങയില ചേർത്ത സമയത്ത് കൂടുതലുണ്ടായിരുന്നു. പക്ഷേ മുരിങ്ങയിലെല്ലാം വാടി വരുന്ന സമയത്ത് ഇതുപോലെ കുറഞ്ഞു വരും. നമ്മളിത് ഇളക്കി കൊടുക്കുന്ന സമയത്ത് മുരിങ്ങയിലയുടെ പച്ച കളറ് മാറിപ്പോകാൻ പാടില്ല. അധിക സമയം വഴറ്റി കൊടുക്കാനും പാടില്ല. ഇനി നമുക്കിതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. അതിനു മുമ്പ് 1/2 ടീസ്പൂൺ അളവിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നേരത്തെ അരച്ചിരുന്ന മിക്സി ജാറിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ച് നമുക്കിതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. നമ്മൾ ഈ കറി ഉണ്ടാക്കുന്ന സമയത്ത് കൂടുതലായിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കരുത്. കുറച്ചൊന്ന് കുഴഞ്ഞു നിൽക്കുന്ന രീതിയിലായിരിക്കണം കറി, അപ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാവുക. കൂടുതൽ കറി വേണമെന്നുള്ളവർക്ക് കുറച്ചുകൂടി ചൂടുവെള്ളം ഒഴിച്ച് നമുക്കിത് മിക്സാക്കി തിളപ്പിച്ചെടുക്കാം. ഉപ്പിൻ്റെ ഒരു കുറവുണ്ട്. 1/4 ടീസ്പൂൺ ഉപ്പ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒന്ന് ഇളക്കി കൊടുക്കാം. തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ മുരിങ്ങയില കറി തയ്യാറായി കഴിഞ്ഞു. നമ്മൾ ഈ കറി ചൂട് ചോറിനൊപ്പം പപ്പടവും കൂട്ടി കഴിക്കുകയാണെങ്കിൽ വളരെ നല്ല രുചിയാണ്. അപ്പോൾ നിങ്ങളും ഇത് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അടുത്ത നല്ല റെസിപ്പി വരുന്നവരെ ബായ്.